മുഖ്യമന്ത്രിക്ക് മുന്നിൽ വീണ്ടും പണിമുടക്കി മൈക്ക്. വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇന്ന് വീണ്ടും മൈക്ക് പണിമുടക്കിയത്. തൃശൂർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം രാവിലെ. മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, ഇന്ന് തൃശൂരിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും സമീപകാലത്തെ പതിവുകൾ തെറ്റാതെ മൈക്ക് പണിമുടക്കി. ഇതിനെ വളരെ സരസമായാണ് മുഖ്യമന്ത്രി സമീപിച്ചത്, വാർത്താ സമ്മേളനം ആരംഭിച്ചത്. വിവരങ്ങൾ. തീർച്ചയായും മനു, വീണ്ടും മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് പണിമുടക്കിയിരിക്കുകയാണ്. ഇന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് മുൻപായിട്ടാണ്. അതായത് വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ മൈക്ക് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി പല സ്ഥലത്തേക്കും നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും സംസാരിച്ചപ്പോഴും ഈ മൈക്ക് പണിമുടക്കി. എന്തായാലും CPM-ന്റെ ഓഫീസിലെ മൈക്ക് തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പണിമുടക്കിയിരിക്കുകയാണ്. മുൻപും ഇത്തരത്തിൽ ഓരോ പരിപാടികളിലും മൈക്കിന് മുന്നിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ശബ്ദങ്ങളും അതുപോലെ തന്നെ മൈക്ക് ഈ ശബ്ദം പുറത്തു കേൾക്കാതെയുമാകുന്ന പലതരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേ പതിവ് തന്നെയാണ് ഇന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും നടന്നത്. ഈ കരുവന്നൂർ വിഷയവും അതുപോലെ തന്നെ മറ്റ് പല വിഷയവും CPM-നെതിരെ അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഈ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെ കൃത്യമായ മറുപടി പറയുവാൻ വേണ്ടി അതൊക്കെ തന്നെ എഴുതി തയ്യാറാക്കി ഈ മൈക്കിന് മുന്നിലേക്ക് വന്നിരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ CPM-ന്റെ നേതാക്കൾ തന്നെ പകച്ചു നിന്നുപോയി. കാരണം മുഖ്യമന്ത്രിക്ക് മുന്നിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ മൈക്ക് തന്നെ ഈ പണിമുടക്കിയിരിക്കുന്നു. തുടർന്ന് ഈ CPM-ന്റെ നേതാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ശേഷമാണ് ഈ മൈക്ക് നേരെയാക്കാൻ സാധിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്കൊന്നും കടന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ മൈക്ക് തന്നെ ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള നടപടികളിലൊന്നും സ്വീകരിക്കാത്തത്. എന്തായാലും ഈ ഒരു സംഭവം അത് വാർത്താ സമ്മേളനത്തിന് മുൻപായിട്ട് തന്നെ, അതായത് തുടക്കത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ മൈക്ക് പണിമുടക്കാതിരിക്കുവാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും ഈ CPM-ന്റെ നേതാക്കൾ ഈ ടെക്നിക്കൽ വിഭാഗത്തോട് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ മൈക്ക് പണിമുടക്കുന്നത് പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വീണ്ടും നിങ്ങൾക്കൊരു വാർത്തയായല്ലോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ. എന്തായാലും ഈ ഒരു സംഭവം ഇനിയും തുടരാത്ത രീതിയിൽ മറ്റ് സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് CPM നേതാക്കൾ ഇപ്പോൾ ഈ മൈക്കുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റർമാർക്ക് കൊടുത്തിട്ടുള്ളത്. ശരി മനോജ്.